മുസഫർ നഗർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വർഗീയ കലാപ വിരുദ്ധ ബില്ലിനെ കുറിച്ചാണ് പ്രധാനമായും ദേശീയ ഉത്കൃതന കൗൺസിൽ യോഗം ചർച്ച ചെയ്യുന്നത്. ഈ ബില്ലിന് പുറമെ സ്ത്രീകൾക്ക് നേരെയും ദലിത് ജനവിഭാഗങ്ങൾക്ക് നേരെയും വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും യോഗം ചർച്ചയ്ക്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും കക്ഷി നേതാക്കളും സാമൂഹിക പ്രവർത്തകരും മുതിർന്ന പത്രപ്രവർത്തകരും 148 അംഗ കൗൺസിലിലുണ്ട്. ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒന്നാം UPA സർക്കാർ 2005 വർഗീയ കലാപ വിരുദ്ധ ബിൽ കൊണ്ടുവന്നത്. കലാപ സമയത്ത് സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രസേനയെ അയക്കാൻ അനുമതി തേടേണ്ടതില്ലെന്ന ബില്ലിലെ വ്യവസ്ഥയെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ എതിർത്തിരുന്നു. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതുവരെ ദേശീയ ഉത്കൃതന കൗൺസിൽ യോഗങ്ങളിൽ മോഡി പങ്കെടുത്തിരുന്നുവെങ്കിലും ഇത്തവണ മോഡിയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗും പങ്കെടുക്കുന്നില്ല. BJPയോട് അനുഭാവമുള്ള തമിഴ്നാട്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കൗൺസിൽ യോഗത്തിനെത്തിയിട്ടില്ല. പക്ഷേ മുതിർന്ന BJP നേതാക്കളായ സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും പങ്കെടുക്കുന്നുണ്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ഇന്ന് യോഗത്തിൽ സംസാരിക്കും. മീഡിയ 1, ന്യൂഡൽഹി.